ചില ഫോണിൽ ഒരു കോൾ വരുന്നേരം ഒരു ബോറൻ റിംഗ് ടൂൺ ആയിരിക്കും. ഈ റിംഗ് ടൂൺ കേൾക്കുന്നേരം നമുക്ക് ആ കോൾ എടുക്കാൻ തോന്നുന്നില്ല. നമുക്ക് നല്ല റിംഗ് ടൂൺ, അടിപൊളി റിംഗ് ടൂൺ. ഇപ്പോൾ ഐഫോണിലൊക്കെ ഉള്ള റിംഗ് ടൂൺ എന്തൊരു സ്റ്റൈലൻ റിംഗ് ടൂണാണ്. ഇങ്ങനത്തെ റിംഗ് ടൂണൊക്കെ നമുക്ക് നമ്മളെ ഫോൺ സെറ്റ് ചെയ്യണമെങ്കിൽ ഗൂഗിളിലോ ക്രോമിലോ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിന് കുറേ പ്രോസസ്സ് ഉണ്ട്. എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് റിംഗ് ടൂണും, ഐഫോണിലെ റിംഗ് ടൂണോ ഏത് റിംഗ് ടൂൺ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് സെഡ്ജ്. ഈ സെഡ്ജിൽ റിംഗ് ടൂൺ മാത്രമല്ല കേട്ടോ, അടിപൊളി വാൾപേപ്പറുകളുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. വീഡിയോ വാൾപേപ്പർ, 3D വാൾപേപ്പർ, അങ്ങനെ കുറേ വാൾപേപ്പറുകൾ, ഇഷ്ടമുള്ള റിംഗ് ടൂണുകൾ. ഇതൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക നമ്മളതൊന്ന് നോക്കുക. ഈ സെഡ്ജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ പ്രീമിയം വെർഷൻ എടുക്കാനൊക്കെ ചോദിക്കും. അതൊന്നും വേണ്ട, നമുക്ക് ഫ്രീ വെർഷനിൽ തന്നെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഈ പ്രീമിയം വെർഷൻ എടുക്കുക എന്നുള്ള ഈ പേജ് നമുക്ക് ഇവിടെ ഇൻഡു മാർക്ക് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് അങ്ങ് പോവും, അല്ലെങ്കിൽ ബാക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിവിടെ ഇടത് ഭാഗത്ത് മേലെ 3 ലൈൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ വാൾപേപ്പേഴ്സ്, വീഡിയോ വാൾപേപ്പേഴ്സ്, റിംഗ് ടൂൺ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നോട്ടിഫിക്കേഷൻ സൗണ്ട് ഒക്കെ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ആദ്യം റിംഗ് ടൂൺ നോക്കുക. റിംഗ് ടൂൺ എടുത്തു കഴിഞ്ഞാൽ പോപ്പുലർ ആയിട്ടുള്ള റിംഗ് ടൂണുകൾ ഇവിടെ ഒരുപാടുണ്ട്. അതുകൂടാണ്ട് കാറ്റഗറി ബേസിൽ ഇങ്ങേപ്പുറം നോക്കുകയാണെങ്കിൽ ഓരോ കാറ്റഗറിയിലും ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ ഇങ്ങേപ്പുറമുള്ള പ്രീമിയം വെർഷനാണ്, അത് നമ്മൾ നോക്കണ്ട, അത് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇതിൽ നമ്മൾ ഐഫോണിൻ്റെ റിംഗ് ടൂൺ ഒന്ന് എടുത്തു നോക്കുക. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്താൽ ഇവിടുന്ന് തന്നെ നമുക്കിത് സെറ്റ് ചെയ്യുക. ഇതൊന്ന് കേട്ടു നോക്കുക. നമ്മൾ അടിപൊളി, അതടക്കട്ടെ. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആകുന്ന ചെറിയ സമയം വെയിറ്റ് ചെയ്യുക. ഇവിടുന്ന് ഇത് ഡയറക്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ സൗണ്ടായിട്ടോ റിംഗ് ടൂൺ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യുക. ഇതേ പ്രോസസ്സിൽ തന്നെ നമുക്ക് വാൾപേപ്പേഴ്സ് അല്ലെങ്കിൽ വീഡിയോ വാൾപേപ്പേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതേ പ്രോസസ്സിൽ നമുക്ക് നമ്മളെ വാൾപേപ്പറായിട്ട് ഇഷ്ടമുള്ള ഡൗൺലോഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. വാൾപേപ്പറിലും ഇഷ്ടംപോലെ കാറ്റഗറിയിൽ ഇഷ്ടംപോലെ വാൾപേപ്പർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് നോക്കി ഇഷ്ടമുള്ള കാറ്റഗറിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്യുക. ആവശ്യക്കാർ ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്, അപ്പോൾ ആ ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.